ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് തിങ്കളാഴ്ച ആയിട്ട് രാവിലെ തന്നെ നമ്മുടെ ഗെയിമിൽ പുതിയൊരു പാക്ക് വന്നിട്ടുണ്ട്. സോ FC ബാഴ്സലോണയുടെ ഒരു ഷോർട്ട് ടൈം പാക്കാണ് നമ്മുടെ ഗെയിമിൽ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ഏരിയൽ ഫോർട്ട് പ്ലസ് ലോങ് റീടാക്കിൽ വരുന്ന അറോഹ ഉണ്ട്. ഇതന്നെയാണ് ഈ പാക്കത്തെ മെയിൻ കാർഡ് പറയാൻ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഫോർഷസ് പ്ലസ് വിഷണറി പാസ് പറയുന്ന നമ്മുടെ കുണ്ടയുണ്ട്. കുണ്ടയുടെ കാർഡും അടിപൊളിയാണ്, ഒരു രക്ഷ. ആൾ സെൻറ്റർ ബാക്കായിട്ട് ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ കിഡിലിനായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബാൾഡ് വന്നിരിക്കുന്നത് എഡ്ജർ ക്രോസിംഗ് പ്ലസ് ആക്സേഷൻ ബൂസ്റ്റർ എന്ന സ്കില്ലായിട്ടാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഈ പാക്കിൽ നമ്മൾ ഒരു ഫ്രീ ട്രൈ എടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ട്രൈ ഒക്കെ നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും പാക്കിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും ഒന്ന് വന്നിട്ടില്ലോ, സോ അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് പറയാൻ വന്നതാണ്. എന്തായാലും ഫ്രീ ട്രൈ ഉണ്ട് ഇതിലത്തെ, അതെന്തായാലും നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇവരുടെ ബെസ്റ്റ് പ്ലെയർ പ്രോക്സിനും ആഡഡ് സ്കില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കുറേ പേർക്കൊക്കെ പ്രോഗ്രഷൻ വേണമെങ്കിൽ അവിടെ പോയാൽ മതി, കിട്ടണതായിരിക്കും. പറ്റുകയാണെങ്കിൽ നമ്മൾ ഇതിലും പോസ്റ്റ് ചെയ്യാം, കമ്മ്യൂണിറ്റി പോസ്റ്റിൽ. അപ്പോൾ എന്തായാലും ഇതിലത്തെ എന്തായാലും ഫസ്റ്റ് ടൈം നമുക്ക് എടുത്ത് നോക്കാം, ജസ്റ്റ് ഫോർ എ ഫൺ. എടാ എന്താ ഹൈലൈറ്റ് കാർഡൊക്കെ, എപ്പിക്കൊന്നൂടെ ഫ്രീ ട്രെയിൻ എപ്പിക്കൊക്കെ അടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അത് കുണ്ടേനൊക്കെ കിട്ടി കഴിയുമ്പോൾ ഞാൻ നോക്കണ്ട പോനെ. സോ നമ്മുടെ റൂണി എന്താ അവൻ്റെ പേര്, റൂണി നമ്മൾ വിളിക്കാറുള്ളൂ ചെക്കനെ. ചേട്ടക്ക് അടിപൊളിയാണ്. എമാലുള്ളതുകൊണ്ട് പിന്നെ അധികം ചാൻസ് കിട്ടുന്നില്ല. എമാലിനെ മാറ്റി പിന്നെ സങ്കല്പിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ എന്തായാലും ആ ട്രൈ അവിടെ മൂഞ്ചിയിട്ട്. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ ആരെങ്കിലും കറക്കേണ്ടി ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ പാക്ക് നമ്മുടെ ലൈവ് കൂടെ കറക്കണമെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ ലൈവ് വരണമായിരിക്കും, ആ നേരത്ത് കറക്കാട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ മെയിൻ പാക്ക് അത് നമ്മുടെ FC ബാഴ്സലോണയുടെ പാക്ക് തന്നെയാണ്. അതും എപ്പിക് പാക്ക് സാമുവൽ എട്ടുണ്ട്. അപ്പോൾ ഇത് ആരുടെ അക്കൗണ്ട് അറിയാം, നമ്മുടെ സിദ്ധാർത്ഥില്ലേ, സിദ്ധാർത്ഥ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ വെച്ച് വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഡയലോഗ് വെച്ച് ആക്ട് ചെയ്യണ ചങ്ങായി സിദ്ധാർത്ഥ്. ശകുനി നമ്മൾ വിളിക്കാറ്, നമ്മൾ ലൈവിലൊക്കെ വരാറുണ്ട്. അപ്പോൾ ചെങ്ങായുടെ അക്കൗണ്ടാണ് കേട്ടോ നമ്മുടെ ചങ്ക. അപ്പോൾ മൂപ്പരയിൽ ഇവർക്ക് 8 വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കോയിനൊന്നും ഉണ്ടായിരുന്നില്ല, എന്നിട്ട് അവസാനം കയറി പർച്ചേസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതിൽ മൂപ്പർക്ക് 8 വേണം. ലോ സ്ക്രീമർ പ്ലസ് ഫിനിഷിംഗ് ആണ് 8, നമുക്ക് അറിയാലോ. ഇതിൽ 8 മാത്രം മതി മൂപ്പർക്ക്. ഇപ്പോൾ ഈ 4500 കോയിന് കിട്ടുക വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ടാസ്ക്കാണ്, നോക്കി നോക്കാം എന്നാലും പറഞ്ഞു. അപ്പോൾ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അങ്ങനത്തെ ഒരു മൈൻഡാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം 8 കിട്ടുമോന്ന്. 8 മാത്രം മതി എന്നിട്ട് പറഞ്ഞിരിക്കണം. അപ്പോൾ 8 മാത്രം ഡീറ്റെയിൽസ് നോക്കാം നമുക്ക്. ഓക്കെ, സോ ബാക്ക് വരാം, ഒന്നുകൂടി ബാക്ക് വരാം. എന്നിട്ട് ഈ പാക്ക് ഇറക്കണ പോലെ കാണിച്ചിട്ട് ക്യാൻസൽ ചെയ്യാം, തിരിച്ചു പോവാം. സുയി ഫസ്റ്റ് ട്രൈ, ലെറ്റ്സ് ഗോ. LB മാറിയില്ലടാ, അതാ കുക്കറിലാണ്, കുക്കർ ചെൽസി. ചെൽസി എന്ന് പറയുമ്പോൾ പ്രീമിയർ ലീഗിൽ ആഴ്സണലിൽ വീണ്ടും പൊട്ടിയെന്നല്ലേ. പലരും നമ്മൾ വീണ്ടും റണ്ണേഴ്സ് പറഞ്ഞിട്ട് കളിയാക്കാൻ വരും. അവരോട് എനിക്ക് പറയാനുള്ളത്, പുറത്ത് പോയിക്കോ, അത് നല്ലത്. കാരണം സീസൺ ഇതുവരെ എൻഡായിട്ടില്ല, ഇനിയും മത്സരങ്ങളുണ്ട്, സമയമുണ്ടാ, പേടിക്കാനില്ല. അപ്പോൾ എന്തായാലും സെക്കൻഡ് ട്രൈ ഇതിൽ 8 എന്തായാലും കിട്ടിയിരിക്കും. ഇനി 8 ഡീറ്റെയിൽസ് നോക്കുക, ഇതാണ് ഞാൻ പറഞ്ഞ ട്രിക്ക്. ഓക്കെ, ബാക്ക് വരിക, ഇവിടെ 3 വട്ടം തൊടുക, 1 2 3, 3 വട്ടം തൊട്ടില്ലേ. ഇനി ബാക്ക് വന്നിട്ട് ഇത്രയേ ഉള്ളൂ പരിപാടി. ഒരെണ്ണം ഇപ്പോൾ കിട്ടും. എടാ വീണ്ടും ഇതാടാ ഫീച്ചേർഡ് കാർഡ് ഇടാ. എടാ ഒന്ന് നിങ്ങൾക്ക് വഴി മാറിയിട്ട് ഒരു എപ്പിക്ക് കിട്ടുകയാണെങ്കിൽ സന്തോഷമുണ്ടേ. ജൂനിയർ ഫിർപ്പോ, എന്താ കാണിക്കണി ചെങ്ങായി. 2-3 ട്രൈകളുടെ ഇനി അവനെ കൊല്ലുടാ. എടാ പണ്ടാരം കിട്ടാൻ വേണ്ടിയിട്ട് ഈ 8 വേണ്ട. കേക്ക് ഒന്നുകൂടി നമുക്ക് ബാക്ക് വരാം, മൊത്തത്തിൽ ബാക്ക് വരാം, എന്നിട്ട് തിരിച്ചു കയറാം. ഓക്കെ, എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് വേണ്ടാത്ത 2 പ്ലേസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കേട്ടോ. ഇതാണ് ആവശ്യമില്ലാത്ത 2 പ്ലേസ് ഇതിൽ. ഇപ്പം 2 പേരും നമുക്ക് വേണ്ട. ഓക്കെ, ഇവനും വേണ്ട, സാബിയോളനും വേണ്ട. സാബിയോളയും വേണ്ട എന്ന് പറഞ്ഞത്. ഇപ്പം എന്തായാലും 2 പേരും നമുക്ക് തൊട്ടിട്ട് ഡീറ്റെയിൽസ് നോക്കാം. ബാക്ക് വരാം, കിട്ടുമോ അളിയ? ഇത് എവിടെ പോയി നിൽക്കുമെന്ന് എനിക്കറിയില്ല.
എടാ ഒരു എപ്പി പോലും കിട്ടിയില്ലടാ. എടാ 2 ട്രൈ ആട്ടുണ്ട് ഇനി. ചെങ്ങായേ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതാ, നിങ്ങളെന്നെ കറക്കിക്കോന്ന്. അപ്പോൾ ഓക്കെ കറക്കാം. ഞാൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ കറക്കിയോ അല്ലെങ്കിൽ ഞാൻ കറക്കാൻ പറഞ്ഞിട്ട് മേടിച്ചതാ. ഇനി എന്താവും ദൈവത്തിനറിയാം. എടാ ടെൻഷൻ വലിയ മുത്ത്. 8 തന്നെ ടാർഗറ്റ്. 8 തന്നെ വേണം. 8 തന്നെ വേണം. 8 തന്നെ വേണം. 8 തന്നെ വേണം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. നമുക്കിനി മൂക്കോണ്ട് ഇറക്കിയിട്ട് കിട്ടും. മൂക്കോണ്ടല്ല കിട്ടണ. ഈടാ ഇവന്മാര് തരണന്ന് വിചാരിച്ചാലടാ തരുള്ളൂ ബ്രോ. വാട്ട് ദ ഫക്ക്, ഒരു എപ്പിക്ക് പോലും കിട്ടിയില്ല. മലരി എടാ എന്തുവാടാ ഈ അടുത്ത് ഞാൻ ഫുള്ള് നക്കലാണല്ലോടാ. മൊത്തം മൂക്കും വണ്ടി എല്ലാം കൂടിയിട്ട് ചപ്പിളി എടാ നോക്ക്. 46 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. അതൊക്കെ ശരിയാണ്, എന്നാലും ഒരു ദയ പറഞ്ഞ സാധനമില്ലോടാ. അത് തന്നൂടെ ഗൈസ്. നമുക്കിത് നാളെ എടുത്തു കൊടുത്തേ പറ്റൂ. കണ്ട പാട ചൊല്ലുങ്കേ കർണനെ കൂട്ടി വരുങ്കേ. കർണനല്ല കൂട്ടി വരുന്നേടാ, ഉരിപ്പിക്ക് പോലുമില്ലടാ. Didn't get one epic. അതെന്താണത്? ഇത് ഒരുമാതിരി തേമ്പലാണല്ലോടാ. ഒരു എപ്പിക്ക് പോലും കിട്ടിയെന്ന് പറയുമ്പോൾ ബ്രോ ഇറ്റ്സ് ഫക്കിങ് ആബ്സല്യൂട്ട് മാഡ്നെസ്. പക്ഷെ എന്താ ചെയ്യാനാണ്. അപ്പോൾ ഗൈസ് ഒഫീഷ്യലി പാക്ക് ഓപ്പൺ മൂഞ്ചിയിട്ടുണ്ട്. എടാ എന്താ അതിനൊക്കെ പറയുക. ഞാൻ എൻ്റെ അസാഡ് പാക്കിൽ മൂഞ്ചി. ഒരെണ്ണം പോലും കിട്ടിയില്ല. സംതിങ് 5000 കോയിന് ഇറക്കിയത്. ഇതിപ്പം മൂപ്പർ റെക്കോർഡ് ഞാൻ അവൻ റെക്കോർഡിൽ 4500 കോയിൻ്റെ അടുത്ത് ഇറക്കിയിടാ. ഒന്ന് തന്നിരടാ. വാട്ട് ദ ഫക്ക് ബ്രോ, വൈ ഓൾവേസ് ബി മൂഞ്ചി ഫക്ഡ് അപ്പ്. എന്ത് പറയാൻ, നിങ്ങൾക്ക് എന്ത് കാണാൻ നിൽക്കതിൻ്റെ കരച്ചിലോ പോടാ.